എയ്തർ എനർജി എന്ന ഇന്ത്യൻ EV ബ്രാൻഡിന്റെ വിപ്ലവം സൃഷ്ടിച്ച മോഡലാണ് എയ്തർ 450X. അതിന്റെ പുതിയൊരു ഐട്രേഷൻ അവരുടെ 10ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് അവർ കൊണ്ടുവന്നിരിക്കുകയാണ് ദ ഓൾ ന്യൂ എയ്തർ 450 അപ്പെക്സ്. സ്കൂട്ടറിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സ്റ്റെനി ജോസഫ്. വെൽക്കം ടു ഫ്ലൈവീൽ. എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വെഹിക്കിളായിട്ടാണ് എയ്തർ 10 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ എത്തിയിരിക്കുന്നത്. എയ്തർ 450X ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് വാഹനമൊന്നുമല്ല, പക്ഷേ അതിൻ്റെ മീഡിയ റൈഡ് ഇപ്പോൾ നടക്കുന്നത് ബാംഗ്ലൂർ മെക്കോ കാർട്ടോപ്പിയ എന്ന് പറയുന്ന ഗോകാർട്ട് ട്രാക്കിലാണ്. 450 അപ്പെക്സിലേക്ക് വരുമ്പോഴത്തേക്കും അവർ രൂപകൽപ്പനയിൽ അധികം മാറ്റം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും ഡിസൈനിൽ കുറച്ച് എലമെൻറ്റ്സ് അവർ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എയ്തറിൻ്റെ ഒരു ഭയങ്കര വലിയ USP ആണ് അലുമിനിയം ഷാസി, അലുമിനിയം അലോയ് ഷാസി. അവരൊരു ഓറഞ്ച് കളർ കൊടുത്ത് നല്ല രീതിക്ക് അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ബ്ലൂ കളർ ഷെയ്ഡാണ് 450 അപ്പെക്സിൽ വന്നിരിക്കുന്നത്. ആ ബ്ലൂവിന് കോൺട്രാസ്റ്റ് ആവുന്ന രീതിക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡും വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി നോക്കുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ആക്ച്വലി സാറ്റിൻ ഫിനിഷാണ്. നമുക്ക് തൊടുമ്പോൾ ഒരു പ്രത്യേകതരം ഫീൽ ഇതിൽ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു എക്സ്ക്ലൂസീവ് 10 years ആനിവേഴ്സറി ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എന്താണ് 450 അപ്പെക്സ്, എന്തുകൊണ്ടാണ് അപ്പെക്സ് എന്നുള്ളൊരു പേര് വന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സോ അപ്പെക്സ് ഒരു ട്രാക്ക് റിലേറ്റഡ് ടേമാണ്, ഒരു റേസിംഗ് ലൈൻ അപ്പെക്സ്. അത് ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും എന്താണ് അപ്പെക്സ് എന്നുള്ളത്. ഇത് കുറച്ചും കൂടി പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്ത് അവർ ഇറക്കിയേക്കുന്ന ഒരു മോഡലാണ് 450 അപ്പെക്സ്. ഇതിലെ പെർഫോമൻസ് അപ്ഗ്രേഡിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിലൊരു 7 kW ബാറ്ററി പവർ ട്രെയിൻ ആണ് വന്നേക്കുന്നത്. ആൻഡ് ഇതിന് 0 to 40 2.9 സെക്കൻഡ്സിൽ എത്താൻ സാധിക്കും. 450Xൽ ഉണ്ടായിരുന്ന പോലെ തന്നെ പലതരം ഡ്രൈവ് മോഡ്സ് ഇതിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിൽ നമുക്ക് സ്മാർട്ട് ഇക്കോ മോഡ് കാണാം, റൈഡ് മോഡ് കാണാം, സ്പോർട്ട് മോഡ് കാണാം. അതുകൂടാതെ പുതിയതായിട്ട് വാപ്പ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ക്ലൂസീവ് ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ട്. എന്താണ് വാപ്പ് പ്ലസ് എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ മെക്കോ കാർട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടൊരു റേസ് ട്രാക്കിലാണ്, ഒരു ഗോകാർട്ട് ട്രാക്കിലാണ്. അപ്പോൾ അവിടെ നമുക്കിതിൻ്റെ ഒരു നമ്മൾ സൂം ചെയ്ത് പോകുന്നൊരു ഫീല്. വാപ്പ് മോഡ് ഓൾറെഡി 450Xൽ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് വാപ്പ് പ്ലസ്. കുറച്ചും കൂടി ആക്സിലറേഷൻ, ഒരു പഞ്ച്, കുറച്ചുകൂടി ഒരു സൂം ചെയ്ത് പോകുന്നൊരു ഫീൽ നമുക്ക് വാപ്പ് പ്ലസിൽ കിട്ടുന്നുണ്ട്. വാപ്പ് പ്ലസ് കൂടാതെ എന്താണ് പെർഫോമൻസിലൊരു അപ്ഗ്രേഡ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, 450 അപ്പെക്സിൽ ഇപ്പോൾ 100 km/h ടോപ്പ് സ്പീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുവരെ കോമ്പറ്റീഷനിൽ മാത്രം ഉണ്ടായിരുന്നുള്ള ഒരു 100 km/h ഫിഗർ ഇപ്പോൾ എയ്തറിനും അത് സാധിക്കും. സോ വീഡിയോയുടെ ആദ്യം നമ്മൾ കണ്ടിരുന്നു ബ്രേക്ക് പിടിക്കാതെ വണ്ടി നിൽക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ വണ്ടി ആക്സിലറേറ്റ് ചെയ്ത് വണ്ടി സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടം വരെ എത്തും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും കൂടി ഒരു മോഷൻ ഉണ്ട്, അതിനെ ഇവർ വിളിക്കുന്നത് ട്വിസ്റ്റ് എന്നാണ്. വണ്ടി തന്നെ ബ്രേക്ക് ചെയ്ത് നമുക്ക് ബ്രേക്ക് പിടിക്കാതെ തന്നെ വണ്ടിക്കൊരു ബ്രേക്കിംഗ് പവർ വരികയും നമ്മൾ അങ്ങനെ നിൽക്കുകയും ചെയ്യും. ഇത് ഇലക്ട്രിക് കാർസിലോ കണ്ടുവരുന്ന റീജനായിട്ട് സിമിലർ ആണ്, പക്ഷേ എക്സാക്ട്ലി അതല്ല, കുറച്ച് കോംപ്ലെക്സ് ടെക്നോളജിയാണിത്. ഇപ്പോൾ ഡിസൈനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല 450 അപ്പെക്സിൽ. 450Xൻ്റെ 3rd ജെനിൽ പുതിയൊരു മിറർ വന്നിട്ടുണ്ടായിരുന്നു, അത് അവർ കീപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഓൾറെഡി നല്ലൊരു ഔട്ട്പുട്ട് തരുന്നൊരു ഹെഡ്ലൈറ്റ് ആയിരുന്നു, അതിപ്പോഴും അതിൽ തന്നെയുണ്ട്. ഫ്രണ്ട് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 450 അപ്പെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് ആണ്, ടെലിസ്കോപ്പിക് സസ്പെൻഷനാണുള്ളത്. കൂടാതെ എപ്പെക്സ് എന്ന് പറയുന്നിട്ടൊരു ബാഡ്ജിങ് അലോയ് വീലിലും കാണാം. എയ്തർ 450ൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സവിശേഷതയായിരുന്നു ഈ ഇൻറ്റഗ്രേറ്റഡ് ഫുഡ് റെസ്റ്റ്. അത് ഈ പുതിയ എയ്തർ 450 അപ്പെക്സിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാബ് റെയിലാണ്. ഇത് ബാക്കിയുള്ള സ്കൂട്ടേഴ്സിൽ കണ്ടുവരുന്ന കുറച്ച് ചങ്കിയാണ്, കുറച്ച് നല്ലൊരു ബലം ഫീൽ ചെയ്യുന്ന ഒരു ഗ്രാബ് റെയിലാണ് ഇതിലുള്ള. അതുകൂടാതെ പുതിയൊരു എയ്തർ ലെറ്ററിങ്ങും നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ചാർജിങ് പോർട്ടിൻ്റെ ലിഡ് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുണ്ട്. ഈ സ്ക്രീനിൻ്റെ ചുറ്റുമുള്ള പ്ലാസ്റ്റിക് പീസസിൻ്റെ ക്വാളിറ്റി കുറച്ച് ബെറ്റർ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 1.99 lakhsലാണ്. അതൊരു വാഹനമായിട്ടല്ല അവർ തരുന്നത്, ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. ആക്ച്വലി ഇതിൽ TPMS പ്ലസ് ചാർജർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊരു ബണ്ടിൽ എന്നുള്ള രീതിക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്.
ബാംഗ്ലൂരിലുള്ള മെക്കോ കാട്ടോപ്പിയ എന്ന ഗോകാ ട്രാക്കിലാണ് നമ്മൾ 450 എപെക്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സാധാരണ ട്രാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി രാത്രിയിലാണ് ഈ റൈഡ് നടന്നത്. പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഫിഗേഴ്സ് അല്ല 450 എപെക്സിനെ വ്യത്യസ്തമാക്കുന്നത്. 100 kmph എന്നുള്ള ടോപ്പ് സ്പീഡ് ഇപ്പോൾ 450 എപെക്സ് അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് റൈഡറിന് ഫീൽ ചെയ്യുന്ന രീതി വളരെയധികം വ്യത്യസ്തമായിട്ടുണ്ട്. 0 to 40 2.9 സെക്കൻഡ്സിൽ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. വാപ്പ് പ്ലസ് എന്നുള്ള മോഡ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ വളരെ എക്സൈറ്റിംഗ് ആണ്. ഇതൊന്നും 0 to 40യുടെ ടൈം ഫ്രെയിമിൻ്റെ ഒരു ഇതിലോ ആ ഒരു നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. 450 എപെക്സിന്റെ റൈഡ് ഒരു ഗോകാ ട്രാക്കിലാക്കിയതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഒന്ന്, ഇതിന്റെ ട്വിസ്റ്റ് ഫംഗ്ഷൻ മനസ്സിലാക്കാൻ. കൂടാതെ ഈ വണ്ടിയുടെ ഡൈനാമിക്സ് വളരെ മികച്ചതാണ്. ഇത് കൂടാതെ 450 എപെക്സിൽ വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ് ട്വിസ്റ്റ് ഫംഗ്ഷൻ. ഫോർഗെറ്റ് ബ്രേക്സ് എന്നാണ് അവരിതിൽ ടാഗ് ലൈൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് ഏകദേശം ട്രാക്ക് ഡേയിൽ എനിക്ക് അത്രയും അത് ഒരു കംഫർട്ടിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ റിയൽ ലൈഫ് കണ്ടീഷനിൽ ഓടിച്ചപ്പോഴത്തേക്ക് അത് വളരെയധികം കൺവീനിയൻറ്റ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൊണ്ട് ഒരിക്കലും ഒരു വാഹനം കംപ്ലീറ്റ്ലി ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി പ്രകാരം വാഹനം പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ഒരു ഫീല് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. എയ്തറിൽ ബ്രേക്കിംഗ് എനർജിയിൽ നിന്ന് റീജനറേഷൻ നടക്കുന്നില്ല. ആക്ച്വലി സൂപ്പർ ബൈക്കുകളിൽ കാണുന്ന എൻജിൻ ബ്രേക്കിംഗ് കൺട്രോൾ പോലുള്ളൊരു ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ മോട്ടോർ ഉപയോഗിച്ചാണ് ബ്രേക്കിംഗ് നടക്കുന്നത്. ഈ ട്വിസ്റ്റ് ഫംഗ്ഷൻ എനിക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് സാധാരണ റോഡ് കണ്ടീഷൻസിലാണ്. അതിൽ നമുക്ക് കുറച്ചുകൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ട്രാക്കിൽ എന്താണ് പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു അഗ്രസീവ് ബ്രേക്കിംഗ് വേണ്ട സമയത്ത് അത്രയും ഡീസലറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതേസമയം റോഡിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേറ്റീവ് ആയിട്ട് ട്വിസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കൂടുതൽ ഈ വാഹനം ഓടിക്കുന്നത് വാപ്പ് പ്ലസ് മോഡലിട്ടാണ്. അതിന്റെ കൂടെ ട്വിസ്റ്റ് ഫംഗ്ഷനും കൂടെ ചേരുമ്പോഴത്തേക്കും നമുക്കൊരു ഡിഫറെന്റ് റൈഡിങ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ 450 എപെക്സ് റോഡ് കണ്ടീഷൻസിലും ട്രാക്കിലും ഓടിച്ചു നോക്കി. എനിക്കിതിൽ തോന്നിയ ഒരു കാര്യം, ഈ വാഹനത്തിൽ ഒരു ബാലൻസ് ആണുള്ളത്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും ടെക്നോളജി വൈസ് ആണെങ്കിലും ഡിസൈൻ വൈസ് ആണെങ്കിലും ഒരു ബാലൻസ് ആസ് എൻ EV, ആസ് എ സ്കൂട്ടർ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഈ 450 എപെക്സിൻ്റെ റിവ്യൂ കണ്ടിട്ട് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ ഒരു റേഞ്ചിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ഇത് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വാഹനമായിട്ട് ഇനി കണ്ടുമുട്ടുന്നവരെ ഇറ്റ്സ് മീ സ്റ്റെനി ജോസഫ് സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.